ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കൺസെപ്റ്റാണ്. അതിങ്ങനെ ഒരു ചർച്ചയിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറച്ചുപേരെ മെൻറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് തരം ലേണേഴ്സിനെ കണ്ടിട്ടുണ്ട്. പീപ്പിൾ ഹൂ ഇംബൈബ് ആൻ ഐഡിയ, അങ്ങനെ പഠിക്കുന്നവർ, അവരെ ഞാൻ ഈസെ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഈസ് ഹൈപ്പണെ, അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ഈസെ എന്നുള്ളത് ഇൻഹെറിറ്റൻസും ഹാസെ എന്നുള്ളത് അഗ്രഗേഷൻ കോമ്പോസിഷനാണ്, ഓർ കോമ്പോസിഷൻ. അപ്പോൾ ഈസെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ആർ യു അൻ എത്തീസ്റ്റ്? ഐ ആം അൻ എത്തീസ്റ്റ്. അപ്പോൾ ആം എൻ ഇൻസ്റ്റൻസ് ഓഫ് ഈസെ റിലേഷൻഷിപ്പ് ആണ്. അല്ലെങ്കിൽ ആർ യു അൻ അഗ്നോസ്റ്റിക്? ആർ യു എ തെയിസ്റ്റ്? അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഈസി എന്നായിരിക്കും. എന്ന സ്ഥാനത്ത് ഒരു പൊസിഷനായിട്ട് എന്തായാലും സാധനം വരുമ്പോഴാണ് നമ്മൾ അത് അഗ്രഗേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അബ്സ്ട്രാക്ഷൻ എന്ന് പറയും ഓപ്പിൽ. ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനിയുടെ പേറോളിന്റെ കോണ്ടെക്സ്റ്റിൽ വർക്കുകൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഹാസ് എ വർക്കുകൾ എന്ന് ചോദിക്കുള്ളൂ. പെട്രോൾ അലവൻസ് കൊടുക്കണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വർക്കുകളുടെ ഒരു റെഫറൻസ് ഉണ്ടാവും. എന്ന സ്ഥാനത്ത് മറ്റേ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ മോഡൽ ചെയ്യുകയാണെങ്കിൽ 2 സ്ട്രോക്ക് 3 സ്ട്രോക്ക് അങ്ങനെ പല രീതിയിലുള്ള ഹയറാർക്കി നമ്മൾ ബിൽഡ് ചെയ്യും. അപ്പോൾ ഈസെ ഈസ് മെൻ ഫോർ ഇൻഹെറിറ്റൻസ് ആൻഡ് ദെൻ ഹാസ് എ ഫോർ അഗ്രഗേഷൻ ഓർ കോമ്പോസിഷൻ ആണ്. അപ്പോൾ നോളജ് സീക്ക് ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് നോ ട്രാൻസ്ഫോർമേഷൻ ഇൻ യു, ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ നിങ്ങളത് ഈസി ലേണിംഗ് ആയിരിക്കണം. അപ്പോൾ ഈസി ലേണിംഗ് ചെയ്യുന്നതിനെ നമുക്ക് വേണമെങ്കിൽ എംബോഡീഡ് നോയിങ് എന്ന് പറയാം. ഇപ്പോൾ ഈ വേദാന്തം എംഫസൈസ് ചെയ്യുന്നത് എംബോഡീഡ് നോയിങ്. മറ്റേത് ഒരു സിന്തറ്റിക് അപ്രോച്ചാണ്. ഇപ്പോൾ ഒരു ഐനോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഇപ്പോൾ റസ്റ്റ്. ഞാൻ കറന്റ് ഐ എം സ്റ്റഡിങ് റസ്റ്റ്. അൺലെസ് ആൻഡ് until I became a Rustician in its true spirit, it will take some time. അതായില്ലെങ്കിൽ റസ്റ്റ് പഠിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ, യു ക്യാൻ മാപ്പ് യുവർ കൺസെപ്റ്റ്സ് ഫ്രം വൺ ലാംഗ്വേജ് ഇൻ ടു C++ലെ കുറെ കൺസെപ്റ്റ്സ് എടുത്ത് റസ്റ്റിൽ യു ക്യാൻ റൈറ്റ് ഫങ്ഷണൽ കോഡ്. ബട്ട് unless and until you imbibe the spirit of Rust, you haven't learned Rust. അതേമാതിരി തന്നെ ഒരു പാട്ടുകാരൻ പാട്ടായി തീരണം എന്നാവണം. അതേമാതിരി തന്നെ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ബ്രഹ്മമാവണം. അപ്പൊ അതേമാതിരി ഈസെ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഇംബൈബിങ് ദ ഐഡിയ, എംബോഡിയിങ് ഇൻ ഇറ്റ്, ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ദൃഷ്ടി. അപ്പൊ എന്തുപറ്റുന്ന വെച്ചാൽ ഒരു ഇന്റഗ്രൽ ലേണിംഗ് അപ്രോച്ച് എന്ന് പറയും. അതായത് ഒരു ഏകീകൃത ചിന്താ പദ്ധതിയുടെ ഉടമയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നാളെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ, അതായത് വെൻ യു ലേൺ എ ന്യൂ തിങ്, അത് ന്യൂറൽ നെറ്റ്വർക്കിലൊക്കെ നിങ്ങളുടെ വെയിറ്റ് മാറ്റുന്ന മാതിരി തന്നെ ഇറ്റ് ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് എ റീവയറിങ് ഇൻ യു. ഇപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോജെനസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ലേൺ സംതിങ് ഓർ വെൻ യു ഡു സംതിങ്, നമ്മുടെ ന്യൂറോൺസിന്റെ വയറിങ് മാറുമെന്നാണ് പൊതുവെ കണ്ടുപിടിച്ചത്. അതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അത് ചില വയറിങ്സ് സ്ട്രെങ്തൻ ചെയ്യും, ചില വയറിങ്സ് ലൂസൻ ചെയ്യും. എന്ന സ്ഥാനത്ത് ന്യൂറോ ജെനസിസ് എന്ന് പറഞ്ഞാൽ പുതിയ ന്യൂറോൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇതിനു മുമ്പ് ഇല്ലാത്ത ഇപ്പൊ ടേബിൾ ടെന്നീസ് ഞാൻ കൊല്ലം കൊണ്ട് പഠിച്ചാണ്. പക്ഷെ ആ പഠിച്ച കാലത്ത് ചിലപ്പോൾ പുതിയ ന്യൂറോൺസ് ഇൻ ഓർഡർ ടു ടേക്ക് കെയർ ഓഫ് വാട്ട് യു ഹവ് ലേൺഡ് ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെ പറയാനുള്ള വെച്ചാൽ ഊപ്പ് നിന്നാണ് ഇത് ഇൻസ്പയർഡ് ആയത്. ഇപ്പൊ ഒരു ഇന്റഗ്രൽ എംബോഡീഡ് നോയിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾ ഈസെ, അതായത് നിങ്ങൾ ഏത് വിഷയമാണ് പഠിക്കുന്നത് അത് നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കണം. ആ വിഷയം പഠിക്കുന്നതിലേക്ക് നിങ്ങൾ ആ രീതിയിലോട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പഠിക്കണം. വെറുതെ ഇപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് കോഡ് പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഡു ഫങ്ഷണൽ ഡിസൈൻ ഓർ എലഗന്റ് ഇംപ്ലിമെന്റേഷൻ, നിങ്ങൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഇംബൈബ് ചെയ്യണം നിങ്ങളിലോട്ട്. അതായത് നിങ്ങളുടെ ദൃഷ്ടിയുടെ ഭാഗമായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് ഞാൻ ഈസെ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. എന്ന സ്ഥാനത്ത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഒരു ട്രേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും ഐ നോ ഫങ്ഷണൽ പ്രോഗ്രാം, ഐ നോ ദിസ്. അപ്പോൾ ഈ ഐ നോ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്നും ഐ എം എ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ അതിനർത്ഥം പ്യൂരിസ്റ്റ് ആവണമെന്നല്ല. അതായത് പോളിമോർഫിക് ആയിട്ടുള്ള ഒരു വേൾഡിൽ, അതായത് വൺസ് അഗൈൻ ഐ എം കോട്ടിങ് അറ്റ് അനദർ റോ, ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പല ഫോംസിൽ പോളിമോർഫിക് ആയിരിക്കണം. അത് മെത്തേഡ് ഓവർലോഡിങ്
മാത്രമല്ല, അതായത് എന്താണ് ഒരു കേപ്പബിലിറ്റി മാത്രമല്ല, അതൊക്കെ ഓവർ റൈഡിങ്ങും വേണം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പാരാഡിംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം. അപ്പോ ടേക്ക് കെയർ ഓഫ് നോട്ട് വിത്ത് പീപ്പിൾ. ഏതെങ്കിലും ഒരു അഡ്വാൻസ് വിഷയം പഠിക്കുമ്പോൾ അവരിൽ സ്വഭാവമാറ്റം കാണുന്നില്ലെങ്കിൽ ആ വിഷയം പഠിച്ചതിന്റെ അത് അവർ ഹാസ് എ ലേണിംഗ് അറിയണേ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ സ്വഭാവമാറ്റം ഉണ്ടെങ്കിലാണ് എന്താ പറയുക, അത് നിങ്ങളുടെ എംബോഡീഡ് ആവുക നോളജ്. അപ്പോ ഐ ഹോപ്പ് ഇതൊരു ബ്രോഡ്ലി കൺസ്ട്രൂഡ് സെൻസിലാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു ശാസ്ത്രീയ അടിത്തറയാണ് ഇതല്ല, ഒരു മെറ്റഫോർ ആയിട്ട് കണ്ടാൽ മതി. അപ്പോ വൂപ്പ് ആസ് എ മെറ്റഫോർ ഫോർ ലേണിംഗ് ബെറ്റർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇതിനെ പെടുത്താം. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തരാം. നന്ദി, നമസ്കാരം.